കൊല്ലം പുനലൂരിലെ 2 വയസ്സുള്ള കുഞ്ഞിന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ്. കുഞ്ഞിനെ അമ്മയും 3ാം ഭർത്താവും ചേർന്ന് തമിഴ്നാട്ടിൽ വെച്ച് കൊലപ്പെടുത്തി. കുഞ്ഞിന്റെ അമ്മ കലാസൂരിയെയും 3ാം ഭർത്താവ് കണ്ണനെയും തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ അവരുടെ മകളുടെ 2 വയസ്സായ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് പരാതിയായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ഇത് അന്വേഷിച്ചപ്പോൾ ഈ മകളെ കണ്ടെത്തുകയും മകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ അവര് പറഞ്ഞതിൽ കുറെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെ കുറച്ച് നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവര് പറഞ്ഞത് അവര് കുറച്ചു കാലമായിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു കണ്ണൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെയാണ് താമസം. ഈ കണ്ണൻ ഇവരുടെ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി അവിടെ അടുത്ത് കാട്ടിലെ ചാക്കിൽ ഉപേക്ഷിച്ചു എന്നും അതിന് ശേഷം ഇവർ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. സലീം മാലിക്കുണ്ട് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സലീം, ഇത് എന്താണ് സംഭവിച്ചത്? സലീം, ഉന്മേഷ് 2 വയസ്സുകാരിയുടെ തിരോധാനം പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയായിരുന്നു. ആ കേസാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു, ഈ ഡിസംബർ 2-നായിരുന്നു കൊല്ലം പുനലൂർ സ്റ്റേഷനിൽ ഒരു മാതാവ് തന്റെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് എത്തിയത്. അതിന് പിന്നാലെയാണ് ഈ കുട്ടിയുടെ മാതാവിനെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ ചില സംശയങ്ങൾ പോലീസിനുണ്ടായി. അതിന് പിന്നാലെ അവരെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് ഈ മാതാവിന്റെ തന്നെ 3ാം ഭർത്താവായ തമിഴ്നാട് സ്വദേശിയാണ്. അതിന് പിന്നാലെ ഇവർ കാര്യമായി സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. കണ്ണൻ എന്ന ആളാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ മാതാവ് കലാസൂര്യയും ഒപ്പം കണ്ണനും രണ്ടുപേരും ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ തമിഴ്നാട് വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്തിയത്. ഇരുവരും കഴിഞ്ഞ 2 വർഷമായി തമിഴ്നാട്ടിലെ തെങ്കാശിയിലും മധുരയിലും താമസിച്ചു വരികയായിരുന്നു. അതിനുശേഷം ഈ കലാസൂര്യ എന്ന ഈ മാതാവ് ആദ്യം പുനലൂരുള്ള ഒരാളെ വിവാഹം ചെയ്തു. അതിലൊരു ആൺകുട്ടി ജനിച്ചു. പിന്നാലെ അയാളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അഞ്ചൽ സ്വദേശിയായ മറ്റൊരാളുമായി ഇഷ്ടത്തിലാവുകയും അയാളെ വിവാഹം ചെയ്യുകയും ചെയ്തു. അതിനും പിന്നാലെയാണ് 3ാമത് മറ്റൊരാളെ തെങ്കാശി സ്വദേശിയായ കണ്ണനുമായി ഇഷ്ടത്തിലായത്. അതിന് പിന്നാലെ ഈ കണ്ണനും കലാസൂര്യയും കുളത്തൂപ്പുഴയിൽ വെച്ച് വിവാഹിതരായി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഇവർ ഒരു കോഴി ഫാമിൽ, മധുര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോഴി ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പിന്നാലെയാണ് ഈ കുട്ടിയെ കാണാതാകുന്ന സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പുനലൂരിലുള്ള ഒരു ബന്ധുവിനോടൊപ്പം താമസിച്ച് കലാസൂര്യ വരുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് പിന്നാലെ കലാസൂര്യയെ ചോദ്യം ചെയ്യുകയും കണ്ണനോടൊപ്പം മധുരയിലാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടി തെങ്കാശിയിലാണെന്നും അവിടെ ഒരു അനാഥാലയത്തിലാണെന്നും ഒക്കെ പറയുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ പരസ്പര വിരുദ്ധമായ മറുപടികളായിരുന്നു കലാസൂര്യയിൽ നിന്നും ഉണ്ടായത്. കൂടുതൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് എത്തുകയും തമിഴ്നാട്ടിലെ പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു അനാഥാലയം തെങ്കാശിയിലില്ല എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. പിന്നീടാണ് ഈ കൊലപാതകം നടന്നത്. 1 മാസം മുൻപായിരുന്നു ഈ കൊലപാതകം നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് തെളിഞ്ഞു വന്നത്. അതിന്റെ പരാതി മാത്രമായിരുന്നു 3 ദിവസം മുൻപ് വന്നത് എന്നും കണ്ടെത്തി. 1 മാസം മുൻപ് ഈ രാത്രിയിൽ കണ്ണൻ ചെക്കാനൂരിലെ കോഴിഫാമിൽ വെച്ച് മദ്യലഹരിയിൽ വെച്ച് ഈ 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത്. അതിന് പിന്നാലെ പുനലൂർ പോലീസ് ഈ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 2 പ്രതികളും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഉന്മേഷ്, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.